തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ ഒരാഴ്ച നീളുന്ന ഭാഗവത നപ്താഹ യജ്ഞത്തിന് മെയ് 16 മുതൽ തുടക്കമായി. യജ്ഞാചാര്യൻ പള്ളിപ്പുറം ജയപ്രകാശ് 16 വൈകിട്ട് 5 ആചാര്യവരണത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. 1-ാം ദിവസം മുതൽ രാവിലെ വിഷ്ണു സഹസ്രനാമം ആരംഭിക്കും. തുടർന്ന് ഗ്രസ്തപൂജ, സമൂഹ പ്രാർത്ഥന എന്നിവയും ഉണ്ടാകും. 1-ാം ദിവസം ഒറ്റയപ്പവും, 2-ാം ദിവസം മധുര കഠിന പായസവും, 3-ാം ദിവസം പാനകം, 4-ാം ദിവസം കദളിപ്പഴം, വെണ്ണ, പഞ്ചസാര എന്നിവയായിരുന്നു നിവേദ്യങ്ങൾ. 5-ാം ദിവസമായ ബുധനാഴ്ച ലഡ്ഡു, അപ്പം, 6-ാം ദിവസം അവിൽ കുഴച്ചത്, കദളിപ്പഴക്കുല സമർപ്പണം എന്നിവയാണ് നിവേദ്യങ്ങൾ. തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ ഈ മെയ് 16-ാം തീയതി മുതൽ ഭാഗവത സപ്താഹം തുടങ്ങിയിരിക്കുകയാണ്. 23-ാം തീയതി വെള്ളിയാഴ്ചയാണ് സമാപനം. ഭാഗവത പ്രിയൻ ജയപ്രകാശ് മാസ്റ്ററാണ് ആചാര്യൻ. 23-ാം തീയതി ഉച്ചയോട് കൂടിയിട്ട് സപ്താഹം കഴിയുന്നതാണ്. എല്ലാ ഭക്തജനങ്ങൾക്കും ഈ സപ്താഹം ശ്രവിക്കുന്നത് ഏറെ ശ്രേയസ്കരം എന്നാണല്ലോ പറയുക. എല്ലാ ഭക്തർക്കും പങ്കെടുക്കാവുന്നതാണ്. ഈ ചാനൽ ന്യൂസ് തിരുനാവായ. KSFE നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ. 1 വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് 8.5% പലിശ. ചിട്ടിപ്പണം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ 9% വരെ ഉയർന്ന പലിശ. മുതിർന്ന പൗരന്മാർക്കുള്ള വന്ദന നിക്ഷേപ പദ്ധതിക്ക് 8.75% പലിശ. 56 വയസ്സ് തികഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം. നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരണ്ടി. ഉടനാകട്ടെ, ഇനി തന്നെ അടുത്തുള്ള KSFE ശാഖ സന്ദർശിക്കും.